ജമാഅത്തെ ഇസ്ലാമിയുമായി ഉള്ള ബന്ധം പരസ്യമാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന വാർത്ത. അത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ രഹസ്യ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ്, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് പരസ്യമായിട്ട് ഈ വാർത്ത കൊടുത്തത്. യഥാർത്ഥത്തിൽ UDFന്റെ കൺവീനറോ അല്ലെങ്കിൽ KPCCന്റെ പ്രസിഡന്റ് സണ്ണി ജോസഫോ ആണ് ഈ വാർത്ത കൊടുക്കേണ്ടത്. കൺവീനർ അല്ലെങ്കിൽ ചെയർമാൻ, പ്രതിപക്ഷ നേതാവ് അവരല്ല പറയുന്നത് K പ്രവീൺ കുമാർ എന്ന കോൺഗ്രസിന്റെ കോഴിക്കോട് DCC പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി ധാരണയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും SDPIയുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ചേർന്നാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് എന്ന് അവരും അവരുടെ പിന്തുണ നേടുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവുമില്ല എന്ന് അവർ മതരാഷ്ട്രവാദം മുന്നോട്ടേക്ക് വെക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോഴാണ് പറയുന്നത് പരസ്യമായിട്ടില്ല. എന്നാൽ ഇതേ സന്ദർഭത്തിൽ UDFന്റെ തന്നെ ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിന്റെ ഭാഗമായിട്ടുള്ള പൊന്മുണ്ടം പഞ്ചായത്ത്, അവിടെ ലീഗ് ജമാഅത്തെ ഇസ്ലാമി UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. ഇതൊന്നും രഹസ്യമായിട്ട് വെക്കാൻ സാധിക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പറയട്ടെ, തിരഞ്ഞെടുപ്പെല്ലാം ജനങ്ങളുടെ പിന്തുണയോടുകൂടിയല്ലേ നടക്കുന്നത്. ആർക്കെങ്കിലും മൂടി വെക്കാൻ പറ്റുന്നതാണോ? മമ്പാട് UDFുമായി ജമാഅത്തെ ഇസ്ലാമിന്റെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ തന്നെ പറയുകയാണ്. അങ്ങാടിപ്പുറത്തും ഇതേ കൂട്ടുകെട്ടിന്റെ ആലോചനകളാണ് നടന്നു വരുന്നത്. കൂട്ടിലങ്ങാടിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വിവിധ മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF ജമാഅത്തെ ഇസ്ലാമി സഖ്യം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഒന്നുകൂടി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ നേതൃത്വമാണ് UDFന്. ഞാൻ വളരെ ഗൗരവത്തിലാണ് ആ പ്രശ്നം ഉന്നയിക്കുന്നത്. ആശയ നേതൃത്വം ജമാഅത്തെ ഇസ്ലാമിയുടേതാണ് UDFന്. വർഗീയ കൂട്ടുകെട്ടിന്റെ ഏറ്റവും ശക്തമത്തായിട്ടുള്ള ഒരു ഭാഗമായിട്ട് മാറുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷതയെ സംബന്ധിച്ച് അപകടകരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമുമായി അവർ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുകയല്ല, അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് UDF ഐക്യം അവരുടെ ഒരു കൂട്ടുകക്ഷി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. ഈ വർഗീയ മുഖത്തെ മറച്ചുവെക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ പരസ്യമായിട്ടില്ല എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ടുണ്ട് എന്നത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പരസ്യമായിട്ട് പറയാൻ കോൺഗ്രസിന് ഇപ്പോഴും മടിയാണ്. മൗദൂദിന്റെ ആശയങ്ങളെ, മതരാഷ്ട്ര സിദ്ധാന്തത്തെ ഞങ്ങൾ പിൻപറ്റും എന്ന് മലപ്പുറം ഉൾപ്പെടെ വെച്ച് നടത്തിയുള്ള ക്യാമ്പിന്റെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ VD സതീശൻ പറയുന്നത് പോലെ ഇവിടെ രാഷ്ട്രവാദം, മുസ്ലിം രാഷ്ട്രവാദം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ തുടരും എന്ന് പരസ്യമായിട്ട് ഇപ്പോഴും ഈ 2025 പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്ന് ഈ വർഗീയ സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ ഇവരിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും തടയണം എന്ന ആശയം വെച്ചുകൊണ്ട് നടത്തുന്ന കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിവിടെ രാഷ്ട്രീയമല്ല, വർഗീയ നിലപാട് ആശയപരമായിട്ട് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത് കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല, മറിച്ച് ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ.